നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു ചെല്ലാം. പുരാതന കോസ്മോളജി മുതൽ ആധുനിക സ്പേസ് ശാസ്ത്രം വരെ എത്തിയതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാമും പ്രപഞ്ചവുമായുള്ള അഭേദ്യമായ ബന്ധം വ്യക്തമാക്കുന്ന ഒരു ചോദ്യമാണ് ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന ചോദ്യം. നാം സ്വയം പഠിക്കണം, സ്വയം ധ്യാനിക്കണം, ഒരു ഇൻറ്റ്യൂഷനിൽ എത്തണം. നാം സ്വയം ധ്യാനിക്കുമ്പോൾ നാം ഒരു ഇൻറ്റ്യൂഷനിൽ, ഒരു ആശയത്തിൽ എത്തിച്ചേരും. ആ കിട്ടുന്ന തരംഗ ചിന്തകൾ നാം കുറിച്ചു വയ്ക്കണം. ആ ചിന്തകൾ വികസിപ്പിച്ച് ചിന്തിച്ച് നാം എത്തിയ ആശയങ്ങൾ ഏത് വിഷയത്തിലേക്ക്, ഏത് സന്ദർഭത്തിലേക്കാണ്, ഏത് സാഹചര്യത്തിലേക്കാണ്, ഏത് ജ്ഞാനത്തിലേക്കാണ്, ഏത് കണ്ടെത്തലിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് നാം കണ്ടെത്തുവാൻ ആ കുറിപ്പ് ഉപകരിക്കും. നാമും ഈ പ്രപഞ്ചവുമായുള്ള ആ ലിങ്ക് എന്താണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ നമ്മളുടെ ധ്യാനവും, ആ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ആ തരംഗവും, ആ തരംഗത്തിലൂടെ ഉയരുന്ന ചിന്തകളും ആശയങ്ങളും നിങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ഈ ബ്രഹ്മാണ്ടം എങ്ങനെ ആരംഭിച്ചു? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ നക്ഷത്രങ്ങൾ ജനിച്ചത് എങ്ങനെയാണ്? ഈ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ രാത്രി ആകാശം നോക്കി ചിന്തിച്ചു. അവർക്ക് സ്പേസ് ക്രാഫ്റ്റ് ഇല്ലായിരുന്നു, ടെലസ്കോപ്പ് ഇല്ലായിരുന്നു. അവരുടെ ക്യൂരിയോസിറ്റി, ആകാംക്ഷ അത്ഭുതകരമായിരുന്നു. ഏൻഷ്യൻ്റ് സിവിലൈസേഷൻസ് സ്റ്റാർസ് മാപ്പ് ചെയ്തു, പ്ലാനറ്റ്സ് ഒബ്സർവ് ചെയ്തു, കോസ്മിക് മിറ്റ്സ് സൃഷ്ടിച്ചു. ഇന്ന് മോഡേൺ സയൻസ് സൂപ്പർ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഒബ്സർവ് ചെയ്യുന്നു. വേൾഡ് നൗ, ഇപ്പോൾ ലോകം എത്തി നിൽക്കുന്നത് എവിടെയാണ്? സ്പേസ് റിസർച്ചിൽ വലിയ ഡിസ്കവറീസ് നടക്കുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ദൂരെയുള്ള ഗാലക്സീസ് ഒബ്സർവ് ചെയ്യുന്നു. നാസ മാർസ് എക്സ്പ്ലോറേഷൻ നടത്തുന്നു. സ്പേസ് എക്സ് റീയൂസബിൾ റോക്കറ്റ്സ് ഉപയോഗിച്ച് സ്പേസ് ട്രാവൽ റവല്യൂഷൻ നടത്തുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി ഡീപ്പ് സ്പേസ് പ്രോബ്സ് ലോഞ്ച് ചെയ്യുന്നു. ഇത് സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ ഒരു ഗോൾഡൻ ഏജ് ആണ്. ഏൻഷ്യൻ്റ് കോസ്മോളജി പുരാതന സിവിലൈസേഷൻസ് യൂണിവേഴ്സ് എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉദാഹരണം, ബാബിലോണിയൻ സിവിലൈസേഷൻ
സ്റ്റാർ ചാർട്ട്സ് ഡെവലപ്പ് ചെയ്തു. ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പിരമിഡ്സ് സ്റ്റാർസ് അലൈൻ ചെയ്തു. ഏൻഷ്യൻ്റ് ഗ്രീക്ക് സിവിലൈസേഷൻ ഫിലോസഫിക്കൽ കോസ്മോളജി ഡെവലപ്പ് ചെയ്തു. ഏൻഷ്യൻ്റ് ആസ്ട്രോണോമിക്കൽ ടെസ്റ്റ് പുരാതന ആസ്ട്രോണമി രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അൽമാജസ്റ്റ്, സൂര്യസിദ്ധാന്ത, എനുമ, എലീഷ് ഇവ കോസ്മോസ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പുരാതന ഗ്രന്ഥങ്ങളുടെ പേരുകൾ ശ്രദ്ധിക്കുക. അൽമാജസ്റ്റ്, സൂര്യസിദ്ധാന്ത, എനുമ, എലീഷ്. ജസ്റ്റ് റിസർച്ച് ഇറ്റ്. സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ക്ലേ ടാബ്ലറ്റ്സ് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസ് രേഖപ്പെടുത്തി വെച്ചു. പിന്നീട് സയൻറ്റിഫിക് റവല്യൂഷനാണ് സംഭവിച്ചത്. സ്പേസ് സയൻസ് റവല്യൂഷൻ തുടങ്ങിയത് നിക്കോളസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ജൊഹാൻസ് കെപ്ലർ എർത്ത് സൂര്യനെ ചുറ്റുന്നു എന്ന് തെളിയിച്ചു. മോഡേൺ യൂണിവേഴ്സ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റിയിലൂടെ, സ്റ്റീഫൻ ഹോക്കിംഗ് ബ്ലാക്ക് ഹോൾസ് തിയറിയിലൂടെ. ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സ് ബിഗ് ബാങ് തിയറി, ബ്ലാക്ക് ഹോൾ, ഡാർക്ക് മാറ്റർ. യൂണിവേഴ്സ് ഏജ് ഏകദേശം 13.8 ബില്യൺ ഇയേഴ്സ് എന്നാണ് ശാസ്ത്രം കരുതുന്നത്. സ്പേസ് എക്സ്പ്ലോറേഷൻ, ഹ്യൂമൻ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ മിഷൻ ലോഞ്ച് ചെയ്തു. എക്സാമ്പിൾ അപ്പോളോ 2, മാർസ് റിവർ പെർസീവറൻസ്, OH-1. വോയേജർ സ്പേസ് ക്രാഫ്റ്റ് സോളാർ സിസ്റ്റം ബൗണ്ടറി കടന്ന് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ പ്രവേശിച്ചു. ഇന്ന് നിങ്ങൾക്കായി നോളജ് റിസോഴ്സിന് സെർച്ച് ചെയ്യാവുന്ന സൈറ്റ് നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ് സ്കൈ വ്യൂ, സ്റ്റാർവാക്ക് 2. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ബുക്സ് കോസ്മോസ്, ആസ്ട്രോഫിസിക്സ് ഫോർ പീപ്പിൾ ഇൻ എ ഹറി. കോസ്മോസ്. അടുത്ത ബുക്ക് ആസ്ട്രോഫിസിക്സ് ഫോർ പീപ്പിൾ ഇൻ എ ഹറി. ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത് ബ്രഹ്മാണ്ടത്തെക്കുറിച്ചാണ്. ബ്രഹ്മാണ്ടം മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ്. പുരാതന സിവിലൈസേഷൻസ് ആകാശം നിരീക്ഷിച്ചു. ശാസ്ത്രജ്ഞർ ടെലസ്കോപ്പ് നിർമ്മിച്ചു. ആസ്ട്രോണട്സ് സ്പേസ് ട്രാവൽ ചെയ്തു. പക്ഷേ ഇന്നും പ്രപഞ്ചത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ മുഴുവനും ഉത്തരം കിട്ടാതെ നീളുന്നു. മനുഷ്യൻ്റെ ആകാംക്ഷ ചിന്ത നമ്മളെ സ്റ്റാർസിലെത്തിച്ചു. നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ മാത്രമല്ല, അവ നമ്മളെ ചോദ്യം ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഇവിടെയാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ സെൻറ്റ് ജോൺ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. When all things began, there was a word. The word dealt with God. What the word was?
ഇന്ത്യൻ മുനീശ്വരന്മാർ പറഞ്ഞു, ആദിയിൽ ഓംകാരമുണ്ടായിരുന്നു. ഓംകാരം ദൈവത്തോടു കൂടിയായിരുന്നു. ഓംകാരം ദൈവമായിരുന്നു. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് കൂട്ടിവച്ച് നിങ്ങൾ ധ്യാനിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ ജാലകങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ ആവുമെന്ന ശുഭചിന്തയുമായി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഷാജി ജോൺ സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.